ഞങ്ങൾ ഒരുപാട് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സന്നദ്ധ സേവന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വെറും സന്നദ്ധ സേവന പ്രവർത്തനം മാത്രമല്ല, അതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരുപാട് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ നാടാണ്. അപ്പോൾ സോദരത്വേന എന്നൊരാശയം ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചു. ആ ആശയത്തിൻ്റെ പ്രയോഗവൽക്കരണമാണ് പൊതിച്ചോറിൽ കൂടി DYFI നടപ്പാക്കിയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ മുദ്രാവാക്യം പത്രക്കാരെ കണ്ട് വിശദീകരിക്കാം, മറ്റ് പലതും നടത്താം. പക്ഷെ അതെല്ലാം പ്രയോഗവൽക്കരണത്തിൽ സാധ്യമാക്കാൻ ആർക്കൊക്കെ കഴിയുന്നുണ്ട് എന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നോക്കേണ്ടതാണ്. ഒരു ദിവസം 50,000 പൊതിച്ചോറ് ശേഖരിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി ഞങ്ങൾ നടത്തുന്ന സേവന പ്രവർത്തനം, സന്നദ്ധ പ്രവർത്തനം, അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമാണ്. അറിയപ്പെടാത്ത ആളുകളെ, അവർക്ക് ഒരു കരുതൽ കേരളത്തിലെ അടുക്കുകളിൽ നിന്നുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന RSSനുള്ള മറുപടി കൂടിയാണ്. കാരണം അവർ ഭിന്നിപ്പുണ്ടാക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നു. കാസ ഉൾപ്പെടെയുള്ള പുതിയ ചില സംഘങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നു. അവർക്കെല്ലാമുള്ള മറുപടിയാണ് സ്നേഹത്തിൻ്റെ ഈ പൊതിച്ചോറുകൾ എന്ന തിരിച്ചറിവാണ് DYFIയെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെ നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ, രക്തദാനം ഉൾപ്പെടെയുള്ള മേഖലയിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാങ്ങാൻ അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇടതുപക്ഷം ഭരിക്കുമ്പോഴും DYFIക്ക് സാധിച്ചു എന്നാണ് നമുക്ക് കണക്കുകൾ, ഔദ്യോഗിക രേഖകൾ നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ സന്നദ്ധ സേവന പ്രവർത്തനത്തിൻ്റെയും സമരത്തിൻ്റെയും എല്ലാം ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. DYFI ആണ് യുഗസംവാദം എന്ന പേരിൽ 100 വർഷങ്ങൾക്ക് മുന്നേ ഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടത്തിയിട്ടൊരു കൂടിക്കാഴ്ച അത് വീണ്ടും കേരളത്തെ ഓർമ്മപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ ഉള്ളിൽ പോലും രൂഢമൂലമായിരുന്ന ജാതിയെക്കുറിച്ചുള്ള ബോധം തിരുത്തിക്കാൻ ആ കൂടിക്കാഴ്ച സഹായകരമായിരുന്നു എന്നാണ് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത്തരം ഓർമ്മകൾ കേരളത്തിൽ പങ്കുവെച്ചുകൊണ്ട് വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പുതിയ സമരമുഖമായിട്ടാണ് ആ യുഗസംവാദം എന്ന പ്രഭാഷണ പരമ്പര കേരളത്തിലുടനീളം DYFI സംഘടിപ്പിച്ചത്. ഇങ്ങനെ ചരിത്രത്തെയും വർത്തമാനത്തെയും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ നിരവധി മേഖലകളിൽ DYFIക്ക് ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കാലത്തെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഈ സംസ്ഥാന സമ്മേളനം ഇനിയും നൂതനമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കും. പറ്റിയിട്ടുള്ള പിശകുകൾ തിരുത്തും, സ്വയം വിമർശനം ഉണ്ടാവും. പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച് ഈ വരുന്ന അടുത്ത സമ്മേളനം വരെയുള്ള DYFIയുടെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ നടത്തിയിട്ടുള്ള ഈ നൂതനമായ പ്രവർത്തനങ്ങളെല്ലാം തുടരും. പിന്നെ ഭാവി പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട 500-620 പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ സെക്രട്ടറി ഭാവി പ്രവർത്തനങ്ങളുടെ ഒരു രേഖ ഇവിടെ അവതരിപ്പിക്കുക. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് സംസ്ഥാന കമ്മിറ്റി നടപ്പിലാക്കും. പുതിയ ഗവൺമെന്റ് വന്നിട്ട് 3 മാസമായി. പ്രതിപക്ഷം തീരുമാനിച്ചത്, കഴിഞ്ഞ LDF യോഗത്തിൽ തീരുമാനിച്ചത് സമരത്തിലിറങ്ങാറായിട്ടില്ല, സമയം കൊടുക്കാം, സമയം കൊടുക്കാമെന്ന നിലപാടാണ് LDF കൺവീനറടക്കം മാധ്യമങ്ങളോട് പറഞ്ഞത്. സമരത്തിലിറങ്ങാനുള്ള സമയമായിട്ടില്ല എന്ന് DYFI കരുതുന്നു. അത്തരം വിഷയങ്ങളില്ല, സമരത്തിലിറങ്ങാറായിട്ടില്ല. DYFI ഓരോ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയും അഭിപ്രായം പറയുകയും സമരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറഞ്ഞ അഭിപ്രായം മാറ്റി അഴിമതിക്ക് കളമൊരുക്കിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയല്ല മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ. അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ആ വാദങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കാൻ DYFI മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഒരു സോഷ്യൽ മീഡിയ ഓപ്പറേറ്റർ, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ MDMA കേസുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിലും DYFI ശക്തമായ സമരം ആരംഭിച്ചിട്ടുണ്ട്. വിവിധ വിഷയങ്ങളുണ്ടായ ഘട്ടത്തിലെല്ലാം DYFI സമരം ആരംഭിച്ചിട്ടുണ്ട്. ആ സമരങ്ങളെല്ലാം ഗവൺമെന്റിന്റെ നിലപാടുകൾ നോക്കി തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ അതിശക്തമായ നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് തീരുമാനം.
തീർച്ചയായിട്ടും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ഞങ്ങൾ ഈ സമ്മേളനത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളാണ്. ഇപ്പം ലഹരിയാവാം കളിയിടങ്ങളോട് എന്നൊരു ക്യാമ്പയിൻ കേരളത്തിൽ ആയിരക്കണക്കിന് ടൂർണമെന്റുകളും ലക്ഷക്കണക്കിന് യുവതീ യുവാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ആണ്. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വിവിധ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ആരാണ് അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന്. ഞാൻ എൻ്റെ ആദ്യ ഭാഗത്ത് നിങ്ങളോട് സൂചിപ്പിച്ചു, പത്രക്കാരുടെ മുമ്പിൽ വന്നിട്ട് ബൈറ്റ് കൊടുക്കാനും പ്രസ്താവന നടത്താനൊക്കെ കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. എന്നാൽ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരായി, ലഹരി ഉപയോഗത്തിനെതിരായി ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തി നടത്തിയതിൻ്റെ രേഖകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. അത് ഡിവൈഎഫ്ഐക്ക് മാത്രം അവകാശപ്പെടുന്ന ഒന്നാണ്. ഞങ്ങളങ്ങനെ പറഞ്ഞു പോകുന്നവരല്ല, പ്രവൃത്തിപഥത്തിൽ ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നവരാണ്. ഡിവൈഎഫ്ഐ അത്തരം കാര്യങ്ങളിൽ വളരെ സക്രിയമായി ഇടപെടും. അത് ഏത് സർക്കാർ നടത്തിയാലും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി യോജിച്ച് പറ്റാവുന്ന എല്ലാ തരത്തിലും ഞങ്ങൾ കടന്നുപോയി.